ഏറ്റവും കൂടുതൽ നരകത്തിൽ കിടക്കുന്നത് പെണ്ണുങ്ങളാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുംതു അലാ ബാബി ജഹന്നം, നരകത്തിന്റെ വാതിൽ ഞാൻ പാളി നോക്കി. ഫറഅയ്തു അമ്മത മൻ ദഖലഹ നിസാ, ഏറ്റവും കൂടുതൽ നരകത്തിൽ കടന്നതായി ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കാര്യം? ഇങ്ങനെയുള്ള ബുഹ്താൻ, ഇങ്ങനെയുള്ള അനാവശ്യമായ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ പറയുന്ന കാര്യത്തിൽ പലപ്പോഴും ആണുങ്ങളെക്കാൾ മുൻപന്തിയിൽ പെണ്ണുങ്ങളായിരിക്കും. അതേപോലെ തന്നെ സ്ത്രീണ സ്വഭാവമുള്ള ചില ആണുങ്ങളും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടും. അള്ളാഹു എങ്ങാനും നിങ്ങൾക്ക് മാപ്പാക്കിയിരുന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ ലഭിക്കുമായിരുന്നു. യഅലുകുമുല്ലാഹ് അൻ തഊദു ലിമിസ്ലിഹി അബദാ ഇൻ കുൻതും മുഅ്മിനീൻ, ഇത്തരം ആപത്തിലേക്ക് ഒരു കാലത്തും നിങ്ങൾ മടങ്ങരുത് എന്ന് അല്ലാഹു നിങ്ങളോട് താക്കീത് ചെയ്യുന്നു. الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون أن تشيع الفاحشة, അച്ഛന്റെമായ കാര്യങ്ങൾ സമുദായത്തിൽ പരത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ, ഈ ലോകത്ത് തന്നെ അവർക്ക് കുരുത്തക്കെടും ശിക്ഷയും ഉണ്ടാകും. അങ്ങനെ ശിക്ഷ ലഭിച്ചു ചില ആളുകൾക്ക്. ആ കൂട്ടത്തിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ചെറിയ ഒരു ശിക്ഷ കിട്ടി. അദ്ദേഹം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പരത്തിയപ്പോൾ ആ കൂട്ടത്തിൽ അറിയാതെ ചേർന്ന ഒരാളായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഹസ്സാൻ പ്രഗത്ഭനായ കവിയാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ പ്രശംസിച്ച് പാട്ടുപാടിയത് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. വഅജ്മല മിൻക ലം തറാ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ, നിങ്ങളെക്കാൾ ഒരു സുന്ദരനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെക്കാൾ ഒരു നല്ല ആളെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടുമില്ല എന്ന് നബിയെ കുറിച്ച് പാടിയ മനുഷ്യൻ ഉന്നതനാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. പക്ഷേ ഫഖദ് ദഹബ ബസറുഹു, ആയിഷ ബീവിയെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു പരത്തിയപ്പോൾ മുനാഫിഖിന്റെ കൂടെ കൂടിയെന്ന കാരണത്താൽ ഫഖദ് ദഹബ ബസറുഹു, അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ആരുടെ? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. വളരെ ചിന്തിക്കണം. ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുരുത്തക്കേട് വലിയവർക്കും ഉണ്ടാകും, അവർ വലിയവരാണെങ്കിൽ പോലും. ഹസ്സാൻ വലിയ മഹാന. ആരാ ഹസ്സാൻ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പ്രാർത്ഥിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. നാവ് അനാവശ്യമായി ചെലവാക്കിയാൽ, നാവിനെ അനാവശ്യമായി എടുത്ത് പെരുമാറിയാൽ ആർക്കും ഉണ്ടാകും ആപത്ത്. ആർക്കുണ്ടായി? ഹസ്സാൻ ഉണ്ടായി. വളരെ ചിന്തിക്കണം. വ്യഭിചാരോപണം, അച്ഛന്റെ ദുരാരോപണങ്ങൾ, വാക്കുകൾ, അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന തിക്തമായ നാശങ്ങൾ വളരെ ഗൗരവമായി ഇത് ചിന്തിക്കണം. ഇങ്ങനെ സമൂഹത്തിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് വിശേഷിച്ചും ആളുകൾ അത് ഗൗരവമായി കണക്കിലെടുക്കണം. കാര്യമായി ഈ വിഷയം മനസ്സിലാക്കുക. ആർക്ക് പോലും സംഭവിച്ചു? ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രഗത്ഭനാണ്. അദ്ദേഹം വലിയ മഹാനാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഹബീബിനെ കുറിച്ച് വളരെ പാട്ടുണ്ടാക്കിയ, കവിത ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം ഫഫഖിദ ബസറുഹു, കാഴ്ച നഷ്ടപ്പെട്ടു. ഖുർആൻ പറയുകയും ചെയ്തു, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ, ആവശ്യമില്ലാതെ നാവ് ചെലവാക്കിയാൽ ഈ ലോകത്തിന് ശിക്ഷ ഉണ്ടാവും. ആയിഷ ബീവി ചോദിക്കും, അയ്യു അദാബിൻ അശദ്ദു മിനൽ അമാ, കുരുടിനെക്കാളും വലിയ ശിക്ഷ എന്താ വരേണ്ടത്? ആർക്ക് വേണ്ടി ആരെ കുറിച്ച് പറയും? ബഹുമാനപ്പെട്ട ഹസ്സാനെ കുറിച്ച് പറയും റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. എന്തിനാ ഞാൻ പറഞ്ഞത് ഈ കാര്യം? പ്രധാനമായി ഞാൻ ഊന്നി പറഞ്ഞ എന്താ? ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ബുഹ്താൻ പറഞ്ഞ് പരത്തരുത്. പ്രത്യേകിച്ച് ഇത് വളരെ നാശം ഉണ്ടാക്കും. വ്യഭിചാരത്തെക്കാൾ നാശമാണ് വ്യഭിചാരോപണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഗൾഫ് സൊസൈറ്റി ഒക്കെ കൂടിയ സാഹചര്യത്തിൽ ഇത്തരം ഇഫ്കിന്റെ സംഭവങ്ങൾ, അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലെ സഹോദരിമാരുണ്ട്. വളരെ ഗൗരവമായി ചിന്തിക്കണം. വ്യഭിചാരത്തെക്കാൾ നാശമാണ് വ്യഭിചാര ആരോപണം. വ്യഭിചാരത്തെക്കാൾ നാശമാണ് വ്യഭിചാരോപണം.
അത് വളരെ ചിന്തിക്കണം. പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് സമൂഹത്തിൽ ശക്തമായി താക്കീത് ചെയ്യണം. എന്തുകൊണ്ട്? ഇന്നത്തെ ഗൾഫ് സൊസൈറ്റി അധികരിച്ച ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം വാക്കുകൾ ഇന്ന് സമൂഹത്തിൽ കൂടുതലാണ്. അത് വലിയ നാശം ഉണ്ടാക്കും. ഉള്ള അമലിനെ മുഴുവനും ബാത്തിലാക്കി കളയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്നറിയോ? ഇറച്ചി തിന്നാൻ കിട്ടിയ വിഷയത്തിൽ ആയിഷ ബീവിയെ പോലും വിട്ടിട്ടില്ല. ആര്? ഈ ഉമ്മത്ത് ആയിഷ ബീവിയെ പോലും ഒഴിവാക്കിയില്ല. ആരാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ? ആരാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ? നബിയെ, നിങ്ങളുടെ ഭാര്യമാര് സ്വർഗത്തിലുണ്ടാകുമോ? ഏതൊക്കെ ഭാര്യമാർ സ്വർഗത്തിലുണ്ടാകും എന്ന് നബിയോട് ചോദിച്ചു. ഫഖാല, നബി പറഞ്ഞു, അന്തി മിൻഹുന്ന, നീയാ കൂടുതലുണ്ടാവും. വല്ലാതെ ചോദിക്കണ്ട, നീ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ടല്ലേ നിന്റെ ചോദ്യം. സവ്വജനി റബ്ബി ആയിഷ ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും അള്ളാഹു എനിക്ക് കെട്ടിച്ചു തന്ന പെണ്ണാണ് ആയിഷ, എന്റെ സ്വർഗത്തിലെ ഭാര്യ. ആ പെണ്ണിനെ വരെ ഇല്ലാത്ത നോണ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് സമുദായം. ഇത് വളരെ ചിന്തിക്കണം. സാധനം വെറുതെ വെച്ചതല്ല. ഇവിടെ ഇതിനെ കണ്ടില്ലേ? ഇത് തടിച്ച രണ്ട് ആളുകൾ, പിന്നെ അതിൻ്റെ പുറത്ത് ബലിഷ്ഠന്മാരായ 2 പല്ല്, അതിൻ്റെ ഉള്ളിൽ കൊണ്ടായിട്ടാണ് മൂപ്പരെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി. ഒന്ന് പാറാ മനുഷ്യ, എന്താ എവിടെ നോക്കിയിരിക്കണം? ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കായിരിക്കും. ചിന്തിച്ചോ. തമാശ പറയല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്, മനസ്സിലാകാത്തവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. ആലോചന ചിന്തിച്ചോ. ഇതിങ്ങനെ സെക്യൂരിറ്റി വെച്ച് എന്താ ബലിഷ്ഠന്മാരായ തടിച്ച 2 ചുണ്ട്, അതിൻ്റെ പുറത്ത് ഏറ്റവും ബലിഷ്ഠന്മാരായ 2 പല്ല്. പല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ സാധന ശരീരത്തിലുള്ള. ഒരു യമനി ഉണ്ടായിരുന്നു, ഒരു വലിയ ട്രെയിലർ വണ്ടിയൊക്കെ നാവുകൊണ്ട് വലിച്ചിരുന്നു. ഒരു യമനി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ശക്തിയുള്ള സാധനമാണ് പല്ല്. അതിൻ്റെ ഉള്ളിലാണ് നാവ്. നിങ്ങൾക്ക് കേൾക്കണോ? ഒരു ഹദീസ് ഞാനാണ് പറഞ്ഞുതരാ. പുണ്യനബി പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നെറ്റിയിലല്ല വേണ്ടത്. തർക്കുഹു മാ ലാ യഅനി, അവൻ ഉറപ്പില്ലാത്ത വിഷയത്തിൽ അവൻ ബന്ധപ്പെടാതിരിക്കലാണ്. അവൻ അത് വിട്ടെങ്കിൽ എനിക്കറിയൂല. ഖലാസ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം ഇവിടെയല്ല. ഇവിടെ എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. നാവ് കൊണ്ടിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കുക. ഓരോരുത്തരും വലിയ വലിയ മഹാന്മാരായി നടക്കുക. ഇതൊരു ബോധമില്ല. ഇത് ഇവിടെ അശ്രദ്ധിക്കുന്നത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം തർക്കുഹു മാ ലാ യഅനി, അവൻ അത്യാവശ്യമില്ലാത്ത കാര്യം അവൻ ഒഴിവാക്കുക. എനിക്കതിനെ പറ്റി അറിയൂല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, ഈ കണ്ണും കാതും കയ്യും മുഴുവനും നാളെ ചോദ്യം ചെയ്യപ്പെടും. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഒന്നുകൂടി പറഞ്ഞേക്ക്, വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ചിന്തിക്കണം. ആയിഷ ബീവിയെ പറ്റി വരെ അപരാധം പറഞ്ഞ് പരത്തിയിട്ടുണ്ട് സമുദായം. അതിന്റെ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ആ കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ. എന്നിട്ട് കണ്ണ് പൊട്ടിപ്പോയി. ആർക്ക്? ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്തിന് റളിയല്ലാഹു. ആരാ ഹസ്സാൻ? മഹാന്മാരിൽ മഹാൻ. പക്ഷേ മിൻ ജുംലത്തിൽ ഖാദിഫീന ഖദഫു അലാ ഉമ്മിൽ മുഅ്മിനീന ആയിഷ, ഉമ്മുൽ മുഅ്മിനെ പറ്റി അനാവശ്യം പറഞ്ഞു പരത്തിയവരുടെ കൂട്ടത്തിൽ നിന്നു. ഉണ്ടാക്കിയത് അദ്ദേഹമല്ല, ആ കൂട്ടത്തിൽ നിന്നു. ആര്? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അല്ലാഹു നാശത്തിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആരാണ് ആയിഷ റളിയല്ലാഹു അൻഹാ? അനബി മൂസൽ അശ്അരി മാ ഉസ്കില അലൈനാ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ ഫസഅൽനാ ആയിഷത ഇല്ലാ വജദ്നാ ഇൻദഹാ ഇൽമാ. സ്വഹാബികൾക്ക് ഏതൊരു ഹദീസിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും നേരെ ആയിഷ ബീവിയുടെ അരികിൽ ചെല്ലും. ആയിഷ ബീവിയുടെ അരികിൽ ചെന്നാൽ പ്രശ്നം പരിഹരിക്കും. അഫ്ഖഹുന്നാസ്, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിത ആയിഷ ബീവിയാണ് റളിയല്ലാഹു അൻഹ. മാ റഅയ്തു അഹദൻ
عن أبي سلمة قال ما رأيت أحدا أعلم بسنن رسول الله. എന്തിനെ മുഹമ്മദ് നബി കൂടെ കൊണ്ടുവന്നത്, എന്തിനെ കുഞ്ഞുനാളിലെ മുഹമ്മദ് നബി വിവാഹം ചെയ്തത്? അത് കേവലം വൈകാരികമാണെന്ന് വിചാരിക്കണ്ട. വൈകാരികമാണെങ്കിൽ വിവാഹം ചെയ്യേണ്ടത് ആദ്യത്തെ വിവാഹമല്ലേ? ആദ്യത്തെ വിവാഹം തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള പെണ്ണിനെയാണ്, വിധവയാണ്, 2 കുഞ്ഞുങ്ങളുടെ 2 ബാല്യക്കാരുടെ ഉമ്മയായ മാതാവായ വിധവയാണ് മുഹമ്മദ് നബി. അന്ന് മുഹമ്മദ് നബി യുവകോമളനായ മുഹമ്മദ് നബി വിവാഹം ചെയ്തിട്ടുള്ളത് വിധവയാണ്. അപ്പോൾ കേവലം വൈകാരികമായ താല്പര്യമല്ല. പിന്നെ എന്തിനെ കൊണ്ടു നടന്നത്, എന്തിനെ പഠിപ്പിച്ചത്? തന്റെ വ്യക്തി ജീവിതത്തിൽ എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്നാൽ ഹയാത്ത് മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ ജീവിത പോക്ക് വരവ് നടത്തം ഇരുത്തം കിടപ്പറ എല്ലാ കാര്യവും എല്ലാം ഹബീബായ നബിയുടെ ജീവിതത്തിലുള്ള സകലമായ കാര്യങ്ങളും അക്ഷരാക്ഷരമായ ഉമ്മത്തിന് ലോകത്തിന് പകർന്നു കൊടുത്തത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയാണ്. കാനത്ത് ആയിഷത അഫ്ഖഹൻ നാസി വഅലമൻ നാസി വഅഹ്സനൻ നാസി റഅയം ഫിൽ അമ്മാ അൻ അതാ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പ്രഗൽഭ താബിഈയായ അദ്ദേഹം പറയുന്നുണ്ട്, അതാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്തരം വലിയ ഒരു പണ്ഡിത ലോകം കണ്ടിട്ടില്ല. കാനത്ത് ആയിഷത്തു അനി സുഹരി, താബിഈങ്ങളിൽ പ്രഗൽഭനായ ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാനത്ത് ആയിഷത്തു അഅലമൻ നാസി തസ്അലുഹൽ അകാബിറു മിൻ അസ്ഹാബി റസൂലില്ലാഹ്. വലിയ വലിയ സ്വഹാബികൾ വരെ അവരോട് സംശയം ചോദിച്ചിരുന്നു. അനിൽ മസ്റൂഖ് ഖാല വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് റഅയ്തു മശീഖത അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലൂനാ. വലിയ വലിയ മഹാന്മാർ വരെ ആയിഷ ബീവിയോട് സംശയം ചോദിച്ചിരുന്നു. അൻ ഉർവത ഖാല മാ റഅയ്തു അഹദൻ അഅലമ ബിൽ ഹലാലി വൽ ഹറാം. ഇതെല്ലാം ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസുകളാണ്. വൽ ഇൽമി വശ്ശഅരി വത്ത്ബി മിൻ ആയിഷത ഉമ്മിൽ മുഅ്മിനീൻ. ഇത്ര വലിയ ഒരു പണ്ഡിതയെ ലോകം കണ്ടിട്ടില്ല എന്നല്ല പുണ്യനബി തന്നെ പറയുന്നു. ഇമാം ദഹബി തന്റെ സിയറു അഅലാമിൻ നുബലായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി ഖുദൂ ശത്റ ദീനികും അൻ ഹുമൈറ. ഈ വെളുത്തു ചുവപ്പുള്ള ഈ പെൺകുട്ടിയിൽ നിന്ന് നിങ്ങൾ ദീനിന്റെ മുഖഭാഗവും പഠിച്ചുകൊള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനി സുഹരി ഖാല ലൗ ജുമിഅ ഇൽമുൻ നാസി കുല്ലുഹും വഇൽമു അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലകാനത ഔസഅഹും ഇൽമാ. ബഹുമാനപ്പെട്ട ഹാക്കിം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, അസറിൽ കാണാം, ഇമാം സുഹരി പറയുന്നുണ്ട്, ലോകത്തുള്ള വിജ്ഞാനം മുഴുവൻ ഒരുമിച്ച് കൂട്ടിയാൽ ആ കൂട്ടത്തിൽ ഏറ്റവും നിപുണ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയായിരിക്കും. കാനത്ത് ആയിഷ തുഫ്തി ഫി അഹദി ഉമറ വ ഉസ്മാന ബഅദഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് ഫത്വ കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ എന്തിനായി ഇത് പറയുന്നത്? കേവലം അടുക്കളപ്പുഴുവാക്കി ഒന്നുമില്ലാതെ വിജ്ഞാനമില്ലാത്ത നിരക്ഷരരാക്കി തളച്ചിടുന്ന പരിപാടിയല്ല ദീനുൽ ഇസ്ലാം. ആയിരുന്നുവെങ്കിൽ അങ്ങനെ തളക്കേണ്ടത് ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവിയല്ലേ? ലോകം കണ്ട പണ്ഡിതയെ ലോകത്തിന് സമർപ്പിച്ചു മുഹമ്മദ് നബി. അവർക്കറിയാത്ത വിവരം ഉണ്ടായിരുന്നില്ല. ഏത് വിഷയം ചോദിച്ചാലും ആ വിഷയത്തിൽ ശക്തമായ വളരെ വ്യക്തമായ തീരുമാനം പറഞ്ഞിരുന്നു. ആര്? മറ്റു പണ്ഡിതന്മാരാരുമല്ല, ഉമർ ബിൻ ഖത്താബ് വരെ ധീരനും പണ്ഡിതനുമായ ഉമർ ബിൻ ഖത്താബ് വരെ. ആരാണ് ഈ ഉമർ എന്നറിയോ? ഖുർആൻ എഴുതാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സഹായിച്ച ആളാണ്. മിൻ കാതിബിൽ വഹി റസൂലില്ലാഹ്. ഹബീബായ നബിയുടെ ഖുർആൻ എഴുതി റസൂലുള്ളാഹിന്റെ മുന്നിൽ ഖുർആൻ എഴുതാൻ സഹായിച്ച ആളാണ് ഈ ഉമർ ബിൻ ഖത്താബ്. ഈ മാത്രമല്ല, അള്ളാഹുവിന്റെ ദീനിന് വളരെയേറെ സമർപ്പണം ചെയ്ത ആളാണ് ഉമർ ബിൻ ഖത്താബ്. മാഫിസ്സമായി മലക്കുൻ ഇല്ലാ വഹുവ യൂഖിറു ഉമറ. ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്ക് ആകാശത്തുണ്ടാവില്ല എന്ന് മുഹമ്മദ് നബി. അങ്ങനെയുള്ള ഉമർ ബിൻ ഖത്താബ് പോലും കാന യസ്തഫ്തി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് സംശയം ചോദിക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്തിരുന്നു. അവർക്ക് വേണ്ടി ആയത്തിറങ്ങി. എത്ര ഘട്ടം! ഇതേ മാലക്ക് വേണ്ടി പിന്നൊരിക്കൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ ഇതേപോലെ ഈ മാല പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നബിയും സഹാബികളും ഒരു യാത്രക്കടയിൽ തമ്പടിച്ചു. ഞാന് ആയിഷ ബിബി പറയാണ്, ഒട്ടകക്കട്ടിലേക്ക് കയറാൻ നോക്കുമ്പോൾ എന്റെ മാല കാണാനില്ല. ഞാൻ നബിയോട് പറഞ്ഞു, വേഗം കഴിഞ്ഞ പോലത്തെ പ്രശ്നം ഇനി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തെരഞ്ഞു പോയില്ല. ഞാൻ വേഗം നബിയോട് പറഞ്ഞു, നബി എന്റെ മാല കാണാനില്ല. യാത്രാ സംഘം നിൽക്കാൻ നബി പറഞ്ഞു, എന്നാ മാല കണ്ടെടുക്കട്ടെ എന്ന്. അവിടെ അങ്ങോട്ട് നിർത്തി.
പ്രശ്നമായി. ലൈസു മഅഹു മാഉൻ ലൈസു അലാ മാഇൻ വലൈസ മഅഹു മാഉൻ. അവിടെ പരിസരത്തും വെള്ളമില്ല, അവരെ കയ്യിലും വെള്ളമില്ല. ഒളു എടുക്കണം. മനുഷ്യന്മാർക്ക് നിസ്കരിക്കേണ്ട നേരമായാൽ വെള്ളമില്ല, കയ്യിലും വെള്ളമില്ല, പരിസരത്തും വെള്ളമില്ല. ഒന്ന് വിശ്രമിക്കാൻ ഇരുന്നപ്പോഴാണ് ഐഷബിയുടെ മാല പോയത്. നബി ഒറ്റ ഉറക്കം അങ്ങോട്ട് കൊടുത്തു. ഇനി മാല അങ്ങോട്ട് തെരഞ്ഞെടുക്കും, എന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ കാൽവണ്ണയിലേക്ക് തല അങ്ങോട്ട് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉറക്കം ഒട്ടകക്കട്ടിലിൽ. ആളുകൾ മുഴുവനും നബിയോട് എന്ത് പോയി പറയും? ആളുകൾ നേരെ സിദ്ദീഖുൽ അക്ബറിന്റെ അരികിൽ വന്നു. സിദ്ദീഖ, ഇതെന്ത് കളിയാ നിന്റെ മോളെ കളിക്കുന്നത്? നബിയെ, ഞങ്ങളെ മുഴുവൻ നിർത്തിയില്ല, ഇവിടെ വെള്ളമില്ലല്ലോ, എന്ത് കളിയാ ഇത് സിദ്ദീഖ എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നു. നേരെ ഒട്ടകക്കട്ടിലിന് വന്ന് ഇട്ടിച്ച് ശരിയാക്കാൻ വേണ്ടി വന്നതാ. ഒന്ന് നോക്കുമ്പോ റസൂലുള്ളാഹി അലാ ഫഖദിഹ, എൻ്റെ തല നേരെ കാൽവണ്ണയിൽ, കാലിന്റെ തൊടയിൽ ഇങ്ങനെ വെച്ചിട്ട് നബി അങ്ങനെ ഉറങ്ങാ ഒട്ടകക്കട്ടിലിൽ. ഇത് കണ്ടിട്ടാ വരുന്നത്. കണ്ടുപോയതിന് സിദ്ദീഖുൽ അക്ബർ ദേഷ്യം വന്നു. സിദ്ദീഖുൽ അക്ബർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാത്തബനി മാഷാ അല്ലാഹ്, എന്നോട് മാഷാ അല്ലാഹു യഖൂല, പറയാനുള്ളത് മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു അവിടെ നിന്നിട്ട്. അടിക്കാൻ കഴിഞ്ഞില്ല. അടിച്ചാൽ ശബ്ദം കേട്ട് നബി ഉറങ്ങുമെന്ന് പേടിച്ചിട്ട് മുമ്പ് പാമ്പിന്റെ മാളത്തിലേക്ക് കാല് വെച്ച് കൊടുത്ത ആളല്ലേ സിദ്ദീഖുൽ അക്ബർ. എന്റെ ഊരൊക്കെ ഇങ്ങനെ ഇട്ടിച്ചു. ഇങ്ങനെ ഇട്ടിച്ചിട്ട് പറഞ്ഞു, നബിയെയും ജനങ്ങളെ മുഴുവൻ നീ ഇവിടെ നിർത്തിയില്ലേ, എന്റെ കളിയാണ് നിന്റെ ഒരു മാലന്റെ കളി, കുറെ കാലമായിരുന്നു നിന്റെ മാലന്റെ കളി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി. അങ്ങനെ നേരം വെളുത്തു, നബി ഉണർന്നു. സുബഹിയായപ്പോൾ വെള്ളല്ല, മാല കിട്ടിയതുമില്ല. അന്നാണ് അല്ലാഹു തയമ്മത്തിന്റെ ആയത്തിറക്കിയത്. വെള്ളമില്ലാത്ത ആളുകൾക്ക് ശുദ്ധീകരണത്തിന് കുഴപ്പമൊന്നുമില്ല. അല്പം പൊടിമണ്ണെടുത്തിട്ട് കയ്യും മുഖത്തും അതിന്റെ പൊടിമണ്ണ് കൊണ്ട് അടിച്ചാലും നമസ്കാരമടക്കമുള്ള പ്രധാന ആരാധനകൾ ചെയ്യാം. മനുഷ്യനെ പടച്ചത് തന്നെ മണ്ണിൽ നിന്നാണ്. മണ്ണിനെ പടച്ചവന് മണ്ണ് കൊണ്ട് ശുദ്ധീകരിക്കാവുന്നതാണ് എന്നുള്ള സന്ദേശം ആ യാത്രയിലാണ് ഉണ്ടായത്. أو على سفر أو جاهد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا. സൂറത്ത് നിസായിലെ 43-ാമത്തെ ആയത്തിറങ്ങി. അതുവരെ ഉണ്ടാവാത്ത അത്ഭുതം. കാരണം ഇടക്കിടക്ക് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നവരാണ് മദീനയിലെ, അറേബ്യയിലെ സംഭവം. അവർക്ക് ഇതിനേക്കാളും വലിയ സന്തോഷം ഇല്ല. വെള്ളമില്ലെങ്കിൽ നിസ്കരിക്കാതിരിക്കലായിരുന്നു അതുപോലത്തെ പതിവരെയുള്ള പതിവ്. ആയത്തിറങ്ങിയപ്പോൾ ഉസൈദ് ബിൻ ഹുദൈർ ഓടി വന്നിട്ട്, നിങ്ങൾക്കുണ്ടായ ആദ്യത്തെ ബറക്കത്തൊന്നല്ല, നിങ്ങൾ ബറക്കത്തിന്റെ കുടുംബം തന്നെയല്ലേ. ആലു അബൂബക്കറെ, നിങ്ങൾ ഇന്ന് കോളടിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്റെ ഊരക്ക് ഇടിച്ച ബാപ്പ കുറച്ചു കഴിഞ്ഞപ്പോൾ ഓടി വന്നു. യാ പുനയ്യ, കുഞ്ഞുമോനെ, എന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ്. ഇന്ന കലിമുല മുബാറക, നീ മുമ്പേ ബറക്കത്തുള്ള പെണ്ണാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എന്നെ തലോടാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞു. എല്ലാരും തയമ്മം ചെയ്ത് നിസ്കരിച്ച് ഞങ്ങൾ പോകാനുള്ള ഒട്ടകത്തെ ഒന്നങ്ങോട്ട് നീക്കി നിർത്തിയിട്ടേയുള്ളൂ. ഒട്ടകത്തിന്റെ ചോട്ട് കിടക്കുന്നുണ്ട് മാല. ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി വളരെ ഇന്നൊക്കെ ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാൽ ഈ ഉമ്മത്തിന് കൈവന്നിട്ടുള്ള മഹത്തായ നേട്ടം ഞാൻ വിശദീകരിക്കുന്നില്ല. ചിന്തിക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യകാരൻ മുഹമ്മദ് നബിയ. മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ അമാനുഷികത തന്നെയും, അമാനുഷികത എന്താണ്? സാഹിത്യം. അക്കാലത്ത് കഅബാലയത്തിൽ കെട്ടിപ്പോത്തൂക്കിയ نبكي من ذكرى حبيب ومنزلي بسقط اللواء بين الدخول فحوملي. അറേബ്യൻ ചമൽകൃതമായ കവിതയാൽ സമൽകൃതമായ കാറ്റിനു പോലും ചമൽകൃതമായ കവിതയുടെ ഗന്ധമുണ്ടായിരുന്നു. മനോഹരമായ കാറ്റിന്റെ ആ മർമ്മരത്തിൽ കവിതാമയമുണ്ടായിരുന്നു. ആ കാവ്യത്തെയാണ് മുഹമ്മദ് നബി മനോഹരമായ അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه ലോകത്തുള്ള ഏറ്റവും വലിയ ഭാഷ കൊണ്ട് തോൽപ്പിച്ചത്. റഹ്മാനു അല്ലമൽ ഖുർആൻ
ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ശരി, ഇനി മുസ്ലിം വനിതയുടെ പ്രതീകമാരാ? എവിടുന്ന് ഈ മലബാറുകാർക്ക് ഭാഷ ഉണ്ടായത്? പണ്ഡിതന്മാരും അത് ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പണ്ഡിതനാകണമെങ്കിൽ പഴയ മലയാളം പറയണം എന്നുള്ളിടത്തപ്പുള്ളത്. ഇത് എവിടുന്ന് ഉണ്ടായല്ല? മുഹമ്മദ് നബിയിലല്ലേ മാതൃകയുള്ളത്? ലോകത്തെ ഏറ്റവും വലിയ ആ ഭാഷയിലെ ഏറ്റവും വലിയ സാഹിത്യം പറഞ്ഞതാരാ? മുഹമ്മദ് നബിയാണ്. ഹാറൂനെ കുറിച്ച് എന്തേ പറഞ്ഞത്? അഖീ ഹാറൂനു വഅഫ്സഹു മിന്നീ വലാ അംലികു ഇല്ലാ നഫ്സി വഅഖീ. പണ്ഡിതന്മാരും ചിന്തിക്കണം. പണ്ഡിതന്മാർ പണ്ഡിതനാകുന്നതോടുകൂടെ ഭാഷ പഠിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഭാഷ മലയാളമാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വളരെ ചിന്തിക്കണം. ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി ആലോചിക്കണം. മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. നോക്കി നിങ്ങൾ ചിന്തിക്കണം. ആരാണ് ഈ ഉമ്മത്തിലെ പെണ്ണല്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. മാ റഅയ്തു അഹദൻ അഫ്സഹ മിൻ ആയിഷ. ആയിഷയെക്കാളും നല്ല ഒരു സാഹിത്യകാരിയെ ഞാൻ കണ്ടിട്ടില്ല. തുർമദി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷയെ പോലെ മുസ്ലിം വനിത ആരുടെ പ്രതീകമാവണ്ടേ? ആയിഷ റളിയല്ലാഹു അൻഹാ. മലബാറുകാരെ, എവിടുന്ന നിങ്ങൾക്ക് ഈ ഭാഷ കിട്ടിയത്? ഭാഷ ഇന്നൽ കലാമ. ഭാഷ നന്നായിട്ടില്ലെങ്കിൽ നന്നാവില്ല. ഷേക്സ്പിയർ വരെ ഇന്ന് ലോകം ഒഴിവാക്കിയില്ലേ? അയാളെ ഭാഷ വരെ ഇംഗ്ലീഷുകാരൊന്നും സ്വീകരിക്കില്ല. ഭാഷ എന്ന് പറഞ്ഞാൽ നൈരന്തര്യമായ ഒരു തപസ്സാണ് ഭാഷ. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഭാഷയാണ് ഏറ്റവും വലിയ ചന്തം. അതല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭാഗം ആളുകൾ വന്നിട്ട് ചോദിക്കാം, അത് ഭാഷയല്ല, ഭാഷയുടെ ഒരു കുഴഞ്ഞ രീതിയാണ്. സഫർ മാസത്തിൽ നോമ്പ് നോൽക്കേണ്ടതുണ്ടോ എന്നാ ചോദ്യം. അതിനങ്ങനെ ചോദിക്കേണ്ടതില്ല, അത് വേറെ ഒരു ചെരിഞ്ഞ വകുപ്പാ. അവരുടെ ഭാഷ അങ്ങനെയാ. നബിയോടൊരു ചോദ്യം തിരിച്ച് നബി, തിരിച്ചു മറുപടി, പറഞ്ഞ ഭാഷയും മറുപടി. ഇത് കേട്ടപ്പോ മദീനക്കാരെ അത്ഭുതപ്പെടുക, എന്താ ഇനി നബി മറുപടി പറയാവോ? കൃത്യമായ മറുപടി. ലോകം കണ്ട സാഹിത്യകാരനാണ് മുഹമ്മദ് നബി. പണ്ഡിതന്മാർ ഭാഷയുടെ കാര്യം ഗൗരവമായി കണക്കിലെടുക്കേണ്ടതാകുന്നു. മുസ്ലിം പെണ്ണുങ്ങൾ വരെ ഭാഷയുടെ സാഹിത്യ പടുക്കളാകേണ്ടതാകുന്നു. എന്തുകൊണ്ട്? കാനത്ത് ബലീഗതൻ ഫസീഹാ. സാഹിത്യം അറിയില്ലെങ്കിൽ ആ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. സാഹിത്യം ഏറ്റവും പ്രധാന. അതുകൊണ്ടല്ലേ സയ്യിദ്നാ മൂസാ നബിക്ക് ഒരു താങ്ങ് കൊടുത്തു. മൂസാ നബിക്ക് ഒരു താങ്ങ് കൊടുത്തു. ആരെ കൊണ്ട്? ഹാറൂനെ കൊണ്ട്. ഹാറൂനെ കൊണ്ട് വേറെ ഏറ്റവും പ്രധാന ഉപയോഗം ഇതാ. എന്ത്? മൂസാ നബി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് തർക്കിക്കാൻ പോയപ്പോൾ കൂടെ കുട്ടി ആര്? ഹാറൂനെ. എന്തിന്? അഖീ ഹാറൂനു ഹുവ അഫ്സഹു മിന്നീ. BC 1600 അഖീ ഹാറൂനു ഹുവ അഫ്സഹു മിന്നീ വലാ അംലികു ഇല്ലാ നഫ്സി വഅഖീ. ഫറോവയുടെ കൊട്ടാരത്തിൽ പോയി മനോഹരമായി തർക്കിച്ചു ജയിച്ചു പോന്നു മൂസയും ഹാറൂനും അലൈഹിസ്സലാത്തു വസ്സലാം. ചിന്തിക്കണം. ഈ ഉമ്മത്തിന്റെ നേതാവല്ലേ, നേതൃമതിയല്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ. എന്തൊരു ഭാഷയാണ്! മാ സമിഅതു അൻ അഹ്നഫ് ഇബ്നു ഖൈസിൻ മാ സമിഅതുൽ കലാമ മിൻ മഖ്ലൂഖിൻ. ഒരു മഖ്ലൂഖിന്റെ വർത്താനവും ഞാൻ കേട്ടിട്ടില്ല. ഒരു സ്വഹാബി പറയാണ്, അഫ്ഖമ വലാ അഹ്സന മിൻ ആയിഷ. ആയിഷയുടെ വർത്താനം അങ്ങനെ. ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ പാട്ടുണ്ടാക്കി ആര്? എന്ത് കവിത! ഇന്നും നമ്മുടെ സാഹിത്യകാരന്മാർ ബേക്കിൽ നിൽക്കും. എന്താ കവിത? ആരാ കവിത ഉണ്ടാക്കിയത്? ഇത് അൻതറയുടെ കവിതയല്ല, ഉംറുൽ ഖൈസ് എന്ന ഭ്രാന്തന്റെ കവിതയല്ല, നബിയുടെ ഭാര്യയായ പ്രഗത്ഭ സാഹിത്യകാരിയുടെ കവിതയാവുന്നു. എന്താ പറഞ്ഞത്? എന്താ രസം! മാരാബിൽ ഖലീബി ഖലീബി ബദരി മിനൽ ഖൈനാത്തി വശുറുബിൽ കിറാമി. അബൂജഹലെ, ഉത്ബത്തെ, ശൈബത്തെ, നിന്റെയൊക്കെ ഡെഡ് ബോഡി കിടക്കുന്ന ആ പൊട്ടക്കളത്തിൽ നിനക്ക് നൃത്തം ചെയ്യാൻ നർത്തകിമാരെ കിട്ടാറുണ്ടോ? ചോദിക്ക. മനസ്സിലായില്ല നിങ്ങൾക്ക്? ആരോട് ചോദിക്ക? മനസ്സിലാവണില്ലേ? എന്തൊരു സാഹിത്യം, എന്തൊരു ഭാഷ! ആരാ
എവിടുന്ന മുസ്ലിമീങ്ങൾ ഈ പെണ്ണുങ്ങൾക്കൊരു വിവരമില്ലാതെ ആക്കി കൊടുക്കുന്നവരാ മുസ്ലിമീങ്ങൾ എന്നൊക്കെ? എവിടുന്ന മനുഷ്യന്മാരെ നമുക്ക് എവിടുന്ന ഇതൊക്കെ കിട്ടിയത്? നമുക്ക് തോന്നിയതുപോലെ ഒരു ജാതി മതം, നമുക്ക് തോന്നിയ ഒരു ജാതി മതം അങ്ങോട്ട് ഉണ്ടാക്കി നമ്മൾ, എന്നിട്ട് അത് നമ്മൾ ഇസ്ലാം എന്ന് പേരുണ്ടാക്കുക. من القينات والشرب الكرام نحيي بالسلامة أم بكري وهل لي بعد قومي من سلامي يحدثنا رسول بأن سنحيي وكيف حياة أصداء وهامي. ഞങ്ങളൊക്കെ മരിച്ചാൽ ഇനിയും ജീവിക്കുമെന്നാ ഞങ്ങൾ നേതാവ് പറയുന്നത്. ഈ പ്രേതങ്ങളുടെ ജീവിതം എങ്ങനെയാണോ ആവോ? കളിയാക്ക മാറാബിൽ ഖലീബി ഖലീബി ബദരി മിനൽ ഖൈനാതി വശുറുബിൽ കിറാമി. പഴയകാല ഇംപീരിയലിസ്റ്റുകളെ, മനുഷ്യനെ നുകം വെച്ച് കന്നുകൂട്ടിയ മക്ക പ്രമാണിമാരെ, നിങ്ങളുടെ ദർബാറുകളിൽ നർത്തകിമാരുണ്ടായിരുന്നുവല്ലോ. ആ നർത്തകിമാർ ഇപ്പോൾ നിങ്ങളുടെ ആ ജഡം കിടക്കുന്ന പൊട്ടക്കുളത്തിൽ വരാറുണ്ടോ? മാന്യമായ ആ മദ്യപാനവും അവിടെ നടക്കാറുണ്ടോ? കളിയാക്ക ആര്? ലോകം കണ്ട സാഹിത്യകാരിയല്ലേ അവർ? പിന്നെ എങ്ങനെ നമ്മൾ ഇങ്ങനെ ആയിത്തീർന്നോ ആവോ? എങ്ങനെ മനുഷ്യന്മാര് നമ്മൾ ഇങ്ങനെ ആയത്? നമുക്ക് പണിയെടുക്കാനാവില്ല. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഒരു മലപ്പുറത്തെ മുസ്ലിമിന്റെ മുന്നിൽ ഒരു പാസ്പോർട്ടും ഒരു ഖുർആന്റെ കോപ്പിയും ഇങ്ങനെ വെച്ചാൽ, ഇതിൽ നിനക്ക് ഏറ്റവും ഉപകാരമുള്ള പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഇങ്ങോട്ട് പറയൂ ഖുർആൻ. ലോകത്തിന് ബഹുമാനപ്പെട്ട വീരേന്ദ്രൻ സാർ ഇവിടെ പറഞ്ഞു, ലോകത്തിന് വെളിച്ചം കൊടുത്ത കിതാബാണത്. ഒരു മലപ്പുറത്തെ മുസ്ലിമിന്റെ, ഇന്നത്തെ മുസ്ലിം ലോകത്തിന്റെ മുഖക്കണ്ണാടിയാണല്ലോ ഒരു നിലക്ക്. ഇന്ത്യൻ മുസൽമാന്റെ മുഖക്കണ്ണാടിയാണ് മലപ്പുറം. അതൊരു നിലക്ക് സത്യവുമാണ്. കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിം സംസ്കാരമുള്ള പ്രഭാഷണങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല പ്രദേശങ്ങളും, ഏറ്റവും ഉന്നതമായ പ്രദേശം തന്നെയാണ് മലപ്പുറം. അവിടുത്തെ സാഹചര്യം ഇപ്പൊ പറയുന്നത്, ഒരു പാസ്പോർട്ടും ഒരു മുസാഹിഫിന്റെ ഒരു ഖുർആന്റെ കോപ്പിയും വെച്ചാൽ, ഇതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള കിതാബ് എന്താന്ന് ചോദിച്ചാൽ അവൻ വേഗം പറയും പാസ്പോർട്ടാണ്. കാരണം പാസ്പോർട്ട് കൊണ്ടാണ് അവന്റെ സാധാരണ താമസിക്കാവുന്ന വീട് പൊളിച്ചിട്ട് 3 നിലയാക്കിയത്. പാസ്പോർട്ട് കൊണ്ടാണ് അവന്റെ മകളെ കെട്ടിച്ചപ്പോൾ കല്യാണത്തിന് പടക്കം പൊട്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ പാസ്പോർട്ട് കൊണ്ട് നടന്നതാണ്. ഖുർആൻ കൊണ്ട് അങ്ങനെ വലിയൊരു ഉപകാരം നടന്നതൊന്നും അവൻ ഓർമ്മയില്ല. എന്നോ കുട്ടിക്ക് ജലദോഷം ഉണ്ടായപ്പോൾ ഒരു മൊല്ലാക്ക വന്നിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഒരു മന്ത്രിച്ചത് ഓർമ്മയുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും മോശപ്പെട്ട കാര്യമല്ല. വളരെ നമ്മൾ ചിന്തിക്കണം. കുറച്ച് അടി കിട്ടിയാലേ നന്നാവൂ, അല്ലെങ്കിലും ഹലാക്കിൽ നല്ലാതെ ഉദ്ധാനതയില്ല. ഞാനെപ്പോഴും ഇറാഖിനതൊക്കെ സംഭവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളുമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. മുസ്ലിം ലോകത്തിന് ഇനിയും അടി കിട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നാളെ പ്രസംഗത്തിന് വരുമ്പോൾ നിങ്ങൾ തടയൊന്നും വേണ്ട. അതെന്തിനറിയാം? അടി കിട്ടിയാലേ ഇവർ നന്നാക്കും. ഇത്ര വലിയ വിഭവമുള്ള ഒരു സമൂഹം എങ്ങനെ നാശാക്കിയത്? അടി കിട്ടണം. ഓഫലത്ത് അശ്രദ്ധ ബാധിച്ചു പോയി. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ പാഠമാണ്. മുസ്ലിം പെണ്ണ് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൾ എന്നല്ല, വിവരം ഉള്ളവളാണ്. ചൂട് കറമിന്റെ കാര്യമൊട്ട് പറയുകയും വേണ്ട. എന്ത് കിട്ടിയാലും അപ്പഴങ്ങോട്ട് തീർക്കുന്ന ആളാണ്. തന്റെ അബ്ദുല്ലാഹിബ്നു സുബൈർ ഒരിക്കൽ, മക്കയിലെ ഭരണാധികാരി അബ്ദുല്ലാഹിബ്നു സുബൈർ ഒരിക്കൽ 1,00,000 ദിർഹം അയച്ചു കൊടുത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക്. വേഗം ഫലായക്കാരുൽ മാലു യസ്ബുതു ബിയദിഹാ ലഹളാത്ത്, ഒരു സെക്കൻഡുകൾ പോലും ബാക്കിയാക്കിയില്ല. അദ്ദേഹം ബഹുമാനപ്പെട്ടവരെന്ത് ചെയ്തു? അതങ്ങോട്ട് വിതരണം ചെയ്തു. 1,00,000 ദിർഹം അക്കാലത്ത്. അപ്പോൾ വഹിയ സായിമ, നോമ്പുകാരിയായിരുന്നു. നോമ്പ് നോറ്റ് വലം തുറക്ക് ദിർഹമൻ വാഹിദ, നോമ്പ് തുറക്കാൻ ഒരു ദിർഹം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. കാലത്ത് മൗലാത്തുല്ലഹ ഇത് കണ്ടപ്പോൾ വേലക്കാരി പെണ്ണ് പറഞ്ഞു, ഒരു ദിർഹം ഉണ്ടെങ്കിലും ഒരല്പം മാംസം വാങ്ങിയിരുന്നുവെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നല്ലോ. 1,00,000 ദിർഹം ഒരു ദിവസം തന്നെ അങ്ങോട്ട് വീതിച്ചു കൊടുത്ത് തീർത്തു. 1,00,000 ദിർഹം തന്റെ ജ്യേഷ്ഠത്തിയുടെ മകനായ
അബ്ദുല്ലാഹി ബിൻ സുബൈർ അവരിലേക്ക് ചേർത്ത് ഉമ്മു അബ്ദില്ല എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ ബീവിക്ക് തനിക്ക് തന്റെ ജ്യേഷ്ഠത്തിയുടെ മകനിലേക്ക് ചേർത്ത് ഉമ്മു അബ്ദില്ല എന്ന പേര് വിളിച്ചിരുന്നു. തന്റെ വളർത്തുമകൻ എന്ന രൂപത്തിലാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ. 1,00,000 ദിർഹം ഒരിക്കൽ അയച്ചു കൊടുത്തു. അത് അന്ന് തീർത്തു. നോമ്പുകാരിയായിരുന്നു. നോമ്പ് തുറക്കാനുള്ള ഒരു ദിർഹം പോലും ബാക്കിയാക്കിയില്ല. വേലക്കാരി പെണ്ണ് പറഞ്ഞു, ഒരു ദിർഹമെങ്കിലും ബാക്കിയാക്കിയിരുന്നുവെങ്കിൽ നമുക്ക് ഒരല്പം മാംസം വാങ്ങാമായിരുന്നല്ലോ. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഇത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നുവല്ലോ. ചിന്തിക്കണം. ഏറ്റവും മുന്നതയായിരുന്നു ആരാധനയിൽ. എല്ലാ രാത്രിയിലും തഹജ്ജുദ് നമസ്കാരം നമസ്കരിച്ചിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തുക്സിറു മിനസ് സ്വലാത്തി വഖുസൂസൻ സ്വലാത്തൽ ലൈലി മിനത് തഹജ്ജുദ് മുതഅസിയതൻ ബിറസൂലില്ലാഹി അമ്മാ സൂമുഹാ ഫകാനത് തസൂമു ദഹറ തസൂമു യൗമൻ വതുഫ്തിറു യൗമാ. ഒരു ദിവസം നോമ്പ് നോൽക്കും, അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കും. ഇങ്ങനെ എല്ലാ ദിവസവും നോമ്പ് നോൽക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ചിന്തിക്കണം. എന്ന് മാത്രമല്ല, കുരുടന് മുന്നിൽ പോലും താൻ പ്രത്യക്ഷയാകാതെ പൂർണ്ണമായി തന്റെ ഹിജാബ് പാലിച്ച ആളായിരുന്നു. തന്റെ പർദാ നിയമം പാലിച്ച ആളായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ ബിൻ നബിഹി ആയിഷത ഖാലത്ത് കുൻതു അദ്ഖുൽ ബൈതി അല്ലദീ തുവഫിയ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോഴും പിന്നെ അവിടെ എന്റെ ബാപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോഴുമെല്ലാം ഞാൻ അവരെ മറമാടിയ സ്ഥലത്തേക്ക് സാധാരണ പോകാറുണ്ടായിരുന്നു. എന്നാൽ ഫലമ്മാ ദുഫിന ഉമറിനെ മറമാടിയപ്പോൾ ഫവല്ലാഹി മാ ദഖൽതു ഇല്ലാ അന മസ്ദൂദതൻ അലാ സിയാബി ഹയാഅൻ മിൻ ഉമറ. മരിച്ചുപോയ ഉമർ അവിടെ കിടക്കുന്നുണ്ട് എന്ന കാരണത്താൽ എന്റെ ഹിജാബ് പാലിക്കാതെ പിന്നെ ഞാൻ റൗളയിലേക്ക് ചെന്നിട്ടില്ല. എന്നെ ആയിഷ റളിയല്ലാഹു അൻഹാ. വളരെ ചിന്തിക്കണം. അവനവന്റെ ഹിജാബ് വിജ്ഞാനം. എന്തെങ്കിലും 10 അക്ഷരം പഠിച്ചാൽ പിന്നെ അവൾക്ക് ഹിജാബില്ല. അവൾ പിന്നെ ഏറ്റവും മോശപ്പെട്ടവൾ. ആ സമൂഹത്തിന്റെ മുന്നിലെ കളിപ്പാട്ടമാണ്. ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരും അങ്ങാടിയിൽ ചിരിച്ചിട്ട് മൊബൈലുമായി നടക്കുന്നവളും എല്ലാം അവളാണ്. ചിന്തിക്കും. 10 അക്ഷരം വിജ്ഞാനം പഠിച്ചാൽ പഠിക്കാത്തവൾക്ക് ഒന്നുമില്ല താനും. അല്ലെങ്കിൽ അവളും തന്നെ ഒരു നിലക്ക് ഇറങ്ങി പുറപ്പെട്ട രംഗമാണ്. സത്യത്തിൽ മഹാപണ്ഡിതയായിരുന്നു. എന്നാലാകട്ടെ സമുന്നതയായ താൻ സൂക്ഷിക്കേണ്ടതിനെ പൂർണ്ണമായി സൂക്ഷിച്ച ആളായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹാ. വളരെ നമ്മൾ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. വകാനൽ മർള. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മാർവിടത്തിൽ കിടന്നിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി തന്നെ പറഞ്ഞു, ലഖദ് റഅയ്തു ആയിഷത ഫിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഞാൻ ആയിഷയെ കണ്ടു. അതെന്തിനാ അല്ലാഹു എനിക്ക് കാണിച്ചെന്നത്? ലിയുഹബ്ബന അലയ്യ ബിദാലിക മൗതി കഅന്ന യക്റാ അറാകഫഹാ. ഞാൻ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ, ആയിഷയെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. എന്തിന്? അള്ളാഹു എനിക്ക് നേരത്തെ കാണിച്ചെന്നു. എന്തിനാ അള്ളാഹു അത് കാണിച്ചെന്നത്? എന്റെ മരണം എനിക്ക് വിഷമമില്ലാതെയാകാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് അത്രയും വലിയ താല്പര്യമാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട്. ഒരിക്കൽ മാതാപിതാക്കൾ വന്നു ആയിഷക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം എന്ന് നബിയോട് പറഞ്ഞു. ഫഖാല അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ ഇബ്നതി അബീ ബക്കറിൻ മഗ്ഫിറതൻ വാജിബതൻ ലാഹിറതൻ വബാതിന. പൂർണ്ണമായി പറഞ്ഞു ആയിഷ ബീവിക്ക് വേണ്ടി പൂർണ്ണമായി പ്രാർത്ഥിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണയായി നബിയുടെ മരണത്തോടടുക്കുന്ന സന്ദർഭം സാധാരണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ചോദിക്കുമായിരുന്നു, ലയതഫഖദു യഖൂലു ഐന അനൽ യൗം. ഇന്ന് ഞാൻ എവിടെയാ? ഒരുപാട് ഭാര്യമാരുള്ളതാ. എല്ലാ ഭാര്യമാരോടുകൂടെയും നീതിയോടുകൂടെ താമസിക്കൽ നബിയുടെ സ്വഭാവമായിരുന്നു. അവർക്ക് നീതിയോടുകൂടെ സൗകര്യങ്ങൾ നൽകുകയും ഭക്ഷണം നൽകുകയും നീതിയോടുകൂടെ വർത്തിക്കുകയും ചെയ്യുന്നത് നബിയുടെ പതിവായിരുന്നു. എല്ലാ ദിവസവും ചോദിക്കും, ഐന അനൽ യൗം. ഇന്നെവിടെയാ? ഇന്ന് ഞാൻ എവിടെയാ? ഇസ്തിബ്താൽ യൗമി ആയിഷ. ആയിഷയുടെ ദിവസം വരട്ടെ എന്നുള്ള പ്രതീക്ഷയായിട്ട്. ഫലമ്മാ കാന യൗമി, എന്റെ ദിവസമായപ്പോൾ ഖബലഹുല്ലാഹ്, എന്റെ വീട്ടിൽ കിടക്കുമ്പോൾ ഹബീബായ നബിയെ അല്ലാഹു പിടിച്ചു കൊണ്ടുപോയി. എന്ന് മാത്രമല്ല, അനായിഷത ഖാലത്ത് ഇന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖിഹി അലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ മൗതിഹി. എനിക്കുള്ള ഭാഗ്യം ആർക്കാണുണ്ടായി? എന്റെ ഉപ്പുനീരും എന്റെ ഉമിനീരും നബിയുടെ ഉമിനീരിലേക്ക് അവിടുത്തെ മരണത്തിൽ പോലും ചേർന്നിട്ടുണ്ട്.
എന്റെ ഉമിനീര് കൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലേക്ക് ഞാൻ ഉമിനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ദഖല അലയ്യ അബ്ദുറഹ്മാൻ വബിയദിഹി സിവാക്, എന്റെ ജ്യേഷ്ഠനായ അബ്ദുറഹ്മാൻ എന്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. വഅന മുസ്തനത്തുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരണത്തിന്റെ വേളയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ ഒരുങ്ങുന്ന സമയവും സന്ദർഭവുമാണ്. ആ മിസ്വാക്ക് നബി കണ്ടപ്പോൾ നബി ആ മിസ്വാക്കിലേക്ക് എപ്പോഴും മിസ്വാക്ക് ചെയ്യുന്ന നബിക്ക് വലിയ താല്പര്യമായിരുന്നു. ഞാൻ മനസ്സിലാക്കി മിസ്വാക്ക് നബിക്ക് വലിയ താല്പര്യമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾക്കത് വേണോ എന്ന് ഞാൻ നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ എന്ത് എന്റെ പല്ലുകൊണ്ട് ഞാനത് കടിച്ച് അത് വളരെ മിനുസമാക്കി കൊടുത്തു. എന്റെ ഉമിനീര് ചേർത്ത മിസ്വാക്കാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് അവസാനമായി വെച്ചിട്ടുള്ളത്. ഫജഅല യുദ്ഖിലു യദഹുൽ മാ ഫയംസഹു ബിഹി വജ്ഹഹു. അവിടുത്തെ തൊട്ടടുത്തൊരു പാത്രമുണ്ടായിരുന്നു. എന്റെ മാർവിടത്തിലേക്ക് ചാരി കിടക്കുകയായിരുന്നു. തൊട്ടടുത്തൊരു പാത്രമുണ്ടായിരുന്നു. ആ പാത്രത്തിൽ ഒരൽപ്പം വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളം എടുത്തിട്ട് ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുഖമൊന്ന് തുടക്കുകയും ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അർ-റഫീഖൽ അലാ എന്നിങ്ങനെ ഉച്ചരിക്കുകയും ചെയ്തു. ഉച്ചരിച്ചു തീർന്നില്ല. ഹത്താ ഖുബില നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് പിരിയുകയും വമാലത്ത് യദുഹു അവിടുത്തെ കൈ തളർന്നു വീഴുകയും ചെയ്തു. അപ്പോഴും അവിടുന്ന് എന്റെ മാർവിടത്തിലായിരുന്നു എന്ന് പറയുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. എന്ന് മാത്രമല്ല, ആയിഷത്തെ കാലത്ത് റഅയ്തു ഫിൽ മനാം, ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന സലാസത അഖ്മാരിൻ സഖത്ന ഫീ ഹുജ്റത്തിന, എന്റെ വീട്ടിൽ എന്റെ റൂമിലേക്ക് 3 ചന്ദ്രന്മാരിങ്ങനെ വന്ന് വീഴുന്നതായി ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫഖാല ലി അബൂബക്കറിൻ, അപ്പോൾ എന്റെ പിതാവ് അബൂബക്കർ എന്നോട് പറഞ്ഞു, ഇൻ സദഖതി, നീ സത്യം പറഞ്ഞതാണ് എങ്കിൽ ദുഫിന ഫീ ബൈതിക ഖൈറു അഹ്ലിൽ അർളി, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യന് നിന്റെ വീട്ടിൽ മറവ് ചെയ്യുമെന്നാണ് അതിന്റെ താല്പര്യമെന്ന്. മുഹമ്മദ് നബിയെ മറവ് ചെയ്തിട്ടുള്ളത് ആയിഷ ബീവിയുടെ കട്ടിലിന്റെ താഴെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സാധാരണയായി കിടന്നുറങ്ങുന്ന ആ കട്ടിലിന്റെ താഴെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തിട്ടുള്ളത്. അതങ്ങനെ കഴിഞ്ഞു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ പിന്നീട് ആ കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പിന്നീടോ എന്റെ ബാപ്പയും മരണപ്പെട്ടു. ആ ബാപ്പയെയും അവിടേക്ക് തന്നെ ചേർത്തു. അത് കഴിഞ്ഞ് ഉമറും മരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴും അങ്ങോട്ട് ചേർക്കപ്പെട്ടു. ചുരുക്കത്തിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ട 3 ചന്ദ്രന്മാർ, എന്റെ റൂമിലേക്ക് വീണ് കിട്ടിയ 3 ചന്ദ്രന്മാര് എനിക്ക് ബോധ്യപ്പെട്ടുവെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വിശദീകരിക്കുന്നല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ നേട്ടങ്ങൾ ആയിഷ ബീവിക്ക് നൽകിയിട്ടുണ്ട്. അനായിഷത്താക്കാലത്ത് എനിക്ക് 9 നേട്ടം അല്ലാഹു നൽകിയിട്ടുണ്ട്. മറിയമിന് ശേഷം ഒരു പെണ്ണിനുമില്ലാത്ത 9 നേട്ടങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാ? 1, ലഖദ് നസല ബിസൂറത്തി ജിബ്രീൽ ഫീ റാഹത്തിഹി, 1 എന്റെ രൂപവും കൊണ്ട് ജിബ്രീൽ മുഹമ്മദ് നബിയുടെ അരികിലേക്ക് വന്നു. 2 തസവ്വജനി ബിക്റ, എന്നെ കന്യകയായി നബി കല്യാണം കഴിച്ചു. 3 വലഖദ് ഖുബിദ റസൂലുള്ളാഹി വറസുഹു ഫീ ബൈന നഹരി വസദ്രി, എന്റെ കഴുത്തിന്റെയും നെഞ്ചിന്റെയും ഇടയിലേക്ക് മുഹമ്മദ് നബിയുടെ കഴുത്തിങ്ങനെ വെച്ചുകൊണ്ടാ മരിച്ചു പോയിട്ടുള്ളത്. സ്വല്ലല്ലാഹു. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാ എന്തൊക്കെയാണുള്ളത്. വലഖദ് ഖബറതുഹു, ഹബീബായ നബിയെ എന്റെ വീട്ടിലാ മറവ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ? വലഖദ് ഹഫത്തിൽ മലായികത്തു ബൈത്തി, എന്റെ വീട്ടിലാണ്, എന്റെ വീട്ടിൽ മലക്കുകൾ വന്ന് നിറയാറുണ്ട്. എന്റെ പുതപ്പിൽ കിടക്കുമ്പോഴാണ് മുഹമ്മദ് നബിക്ക് അല്ലാഹുവിന്റെ വഹയിന്റെ സന്ദേശം ലഭിച്ചിട്ടുള്ളത്. വേറെ ഒരു ഭാര്യമാർക്കും അറിയില്ല. അവിടുത്തെ കൂട്ടുകാരന്റെ മകളുമാണ് ഞാൻ, ഖലീഫയുടെയും. എന്ന് മാത്രമല്ല, ഞാൻ കുറ്റക്കാരിയല്ലെന്ന് ആകാശത്ത് നിന്ന് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, എനിക്ക് സമ്പൂർണമായ പാപമോചനമുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മുന്നറിയിപ്പും നൽകി. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായ
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫ നബി തന്നെ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് പറയുന്നതായി പല റിപ്പോർട്ടുകളിലും കാണുന്നുണ്ട്. ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ട്, സലാം പറയുന്നു. എന്ന് മാത്രമല്ല, ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വീട്ടുമുറ്റത്ത് അശ്വാരൂഢനായ ഒരാളെ കണ്ടു. അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു നിൽക്കുന്നുമുണ്ട്. ഒരാളോട് ഇങ്ങനെ നബി സംസാരിച്ചു നിൽക്കുന്നുണ്ട്, അശ്വാരൂഢനായ ഒരാൾ. എല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ നബിയോട് ചോദിച്ചു, നബിയെ, ആരോടായിരുന്നു അങ്ങ് വർത്താനം പറഞ്ഞിരുന്നത്? നീ കണ്ടോ, നീ ശ്രദ്ധിച്ചോ? എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ആരെപ്പോലെയുണ്ട് എന്നാ നിനക്ക് തോന്നുന്നത്? അപ്പോൾ പറഞ്ഞു, ദഹിയത്തുൽ കൽബി എന്ന സ്വഹാബിയെ പോലെ നല്ല ബാല്യക്കാരനായ ഒരാളാണ്. അപ്പോൾ പറഞ്ഞു, ലഖദ് റഅയ്തി ഖൈറൻ കസീറാ ഫദാക ജിബ്രീൽ. ഒരു മുഹമ്മദ് നബി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മുന്നിലാണ്, ആ മനുഷ്യൻ വ്യക്തി എന്ന നിലയിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ പ്രത്യക്ഷനായത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലാണ്. കുറച്ചു നേരം കഴിഞ്ഞില്ല, ഫഖാല റസൂൽ എന്നോട് പറഞ്ഞു, ജിബ്രീൽ യുഖ്രിഉ അലൈഹിസ്സലാം, ജിബ്രീൽ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയ പാഠമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിന് നൽകിയിട്ടുള്ളത്. മരിക്കുമ്പോൾ അവർക്ക് 68 വയസ്സാണ്. 68 വയസ്സാണ്. ഹബീബായ നബി കല്യാണം കഴിക്കുമ്പോൾ നബിയോട് കൂടെ അവർ ചേരുമ്പോൾ അവർക്ക് 9 വയസ്സാണ്. അക്കാലത്തെ അറേബ്യൻ സ്ഥിതി അനുസരിച്ച് നേരത്തെ തന്നെ ശരീരപുഷ്ടി ഉണ്ടാവുകയും ഉഷ്ണമേഖല പ്രദേശമായതുകൊണ്ട് കേവലം ഒരു ബാല്യകാല വിവാഹം ആണെന്ന് അതേക്കുറിച്ച് ധരിക്കരുത്. സമ്പുഷ്ടയായ ഒരു വനിതയായി തീരുകയും ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 9 വയസ്സ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ അവിടത്തേക്ക് 18 വയസ്സാണ്. ലോകം മുഴുവനും ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പിന്നീട് തന്റെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് മുഴുവനും വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടും വിജ്ഞാനത്തിന്റെ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ടും ലോകത്തിന്റെ ഒരു മഹാവിളക്കായി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ AD 678 വർഷം AD 678 ഹിജ്റ വർഷം 58 ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു പോയി. വദുഫിനതു ബിൽ ബഖീഅ, ജന്നത്തുൽ ബഖീലാണ് അവരെ മറവ് ചെയ്തിട്ടുള്ളത്. മിൻ ലൈലത്തിയാ ബഅദ സ്വലാത്തിൽ വിത്രി, ചൊവ്വാഴ്ചയാണ് മരിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഫീ റമളാന ഫീ 17, ബദ്രീങ്ങളെ ആണ്ടിന്റെ അന്നാണ് മരിച്ചത്. റമളാൻ 17 ചൊവ്വാഴ്ച ആയിഷ ബീവി മരണപ്പെട്ടു പോയി. ഹിജ്റ 58 വർഷം. അന്ന് അവർക്ക് 68 വയസ്സാണ്. റമളാൻ 17 അന്ന് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യാസത്യ മാറ്റുരക്കൽ യുദ്ധം നടന്ന ദിവസത്തോട് യോജിച്ച് റമളാൻ 17 ആയിഷ ബീവി മരണപ്പെട്ടു പോയി. അന്ന് അവർക്ക് 66 വയസ്സാണ്. വദുഫിനതു ബിൽ ബഖീഅ മിൻ ലൈലത്തിഹാ, ആ രാത്രിയിൽ തന്നെ അവരെ മറമാടുകയും ചെയ്തു. ബഅദ സ്വലാത്തിൽ വിത്രി, ഇശ നിസ്കരിച്ച് വിത്റും നിസ്കരിച്ച് പിന്നെ ആയിഷ ബീവിയെ മറവ് ചെയ്തു. വജ്തമഅ അലാ ജനാസത്തിഹ അഹ്ലുൽ മദീന വ അഹ്ലുൽ അവാലി, പരിസരത്തുള്ള എല്ലാ ആളുകളും വന്ന് നിറഞ്ഞു. വഖാലു, മദീനക്കാർ പറയുന്നു, ലം നറ ലൈലതൻ അക്തറ നാസൻ മിൻഹാ, അത്രയേറെ ആൾ കൂടിയ ഒരു സംഭവം മദീനയിൽ ഉണ്ടായിട്ടില്ല. വസല്ല അലൈഹാ അബൂ ഹുറൈറ, മയ്യത്ത് നിസ്കരിച്ചത് കുടുംബക്കാരനൊന്നുമല്ലാത്ത അബൂ ഹുറൈറയാണ്. എന്തുകൊണ്ട്? അദ്ദേഹം സയ്യിദുർ റുവാത്തി മിൻ അഹാദീസ് റസൂലില്ലാഹ്. മരിച്ച മക്കൾ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ, കുടുംബക്കാർ മാത്രമേ മുന്നിൽ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ചില അബദ്ധധാരണകൾ സമൂഹത്തിൽ കയറി വരികയും അതുകൊണ്ട് ഒരുപാട് നന്മ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാലിഹ്യങ്ങൾ കൂട്ടത്തിലുണ്ടായാൽ ആ കൂട്ടത്തിലെ സാലിഹ് തന്നെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രഗൽഭ പണ്ഡിതനാണ്, ലോകം കണ്ട ആയിഷ ബീവിയൊക്കെ കിടയൊക്കുന്ന പണ്ഡിതനാണ്. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് മയ്യത്ത് നമസ്കരിച്ചത്. ഫനസല ഫീ ഖബരിഹാ ഖംസത്തും മിൻ മഹാരിമിഹാ, കുടുംബക്കാരായ ഇഷ്ടം പോലെ ആളുണ്ട്, അവർ 5 ആൾ ഖബറിൽ ഇറങ്ങുകയും ചെയ്തു. പക്ഷെ അവരെല്ലാം നിസ്കരിച്ച ആരാ? അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹ. എന്തായിരുന്നു പഠിച്ച പാഠം? ഒരു മുസ്ലിം വനിതയായാൽ ആയിഷ ബീവിയെ പോലെ ആകേണ്ടതാകുന്നു. ഒരു മുസ്ലിം വനിത യഥാർത്ഥ ഇസ്ലാം അവർക്കുണ്ടെങ്കിൽ, യഥാർത്ഥ ഇസ്ലാം അവരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആയിഷയെ പോലെയാകണം. വിജ്ഞാനയാണ്, നിപുണയാണ്,
ധീരയാണ്, ഉന്നതയാണ്, അഭിമാനമുള്ള പെണ്ണാണ്, വലിയ ധർമ്മിഷ്ഠയാണ്, വലിയ തന്റെ പിതാവിനോടും ഭർത്താവിനോടും ഏറ്റവും വലിയ സ്നേഹമുള്ള പെണ്ണാണ്. മാത്രമല്ല സമൂഹത്തിന് വലിയ മാതൃക കാണിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്. എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, മുസ്ലിം സഹോദരിയെ വിലയിരുത്തേണ്ടത് ആയിഷയിൽ നിന്നാണ്. ലോകം അത് മനസ്സിലാക്കേണ്ടതാണ്. ആയിഷ എന്താണോ അതായി തീരാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇന്നത്തെ നിലപാട് നോക്കി ഇന്നത്തെ അബദ്ധങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഈ അജ്ഞാനങ്ങളുടെയും രീതിയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക രീതി. ഇസ്ലാം ലോകത്ത് വെളിച്ചം നൽകിയ ഗ്രന്ഥമല്ലേ, വിജ്ഞാനം വെളിച്ചമാണ് എന്നല്ലാണ് പറഞ്ഞത്, യുദ്ധമല്ല. വിജ്ഞാനത്തിന് വേണ്ടിയാ വന്നത്, വിജ്ഞാനമാണ് ലോകത്ത് കാണിച്ചത്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത് ഇലൻ നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം അല്ലാഹു മാനവകുലത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ മഹാവനിതയുടെ പേരിൽ ഈ അധ്യാപനങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഏൽപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം ഇന്ന് നാം പഠിച്ചത്, ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുരുത്തക്കെട് വാങ്ങരുത്. എപ്പോഴും നാവ് സൂക്ഷിക്കേണ്ടതാണ്. നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ നരകം ബാക്കിയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആയിഷ ബീവിയുടെ സംഭവത്തിൽ ബുഖാരി പേജുകളോളം പറഞ്ഞിട്ടുള്ള വിഷയം ഈ വിഷയമാണ്. ഇത്ര ഹദീസ് നിറച്ച വിഷയം വേറെയില്ല. ആയിഷ ബീവിയുടെ പേരിൽ പറഞ്ഞിട്ടുണ്ടാക്കിയ തമ്മാടിത്തരങ്ങൾ അത് വളരെ ഗൗരവമായി ചിന്തിക്കണം. ആവശ്യമില്ലാത്ത വാക്കുകൾ ഒരാൾ തന്റെ നാവ് കൊണ്ട് പ്രയോഗിച്ചാൽ അത് അവന്റെ നാശത്തിൽ കലാശിക്കും. ഒന്നുകൂടി ഞാൻ ഹദീസ് ഉദ്ധരിക്കട്ടെ. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം നമസ്കാരമല്ല, അവൻ അത്യാവശ്യമില്ലാത്ത വിഷയങ്ങളെ അവൻ വർജിക്കുകയാണ്. എനിക്കത് ഇടപെടില്ല, എനിക്കറിയൂല. പലപ്പോഴും അന്യ സമുദായക്കാരായ നമ്മുടെ സഹോദര സമുദായങ്ങൾ ഈ വിഷയത്തിൽ നമ്മോട് മാന്യത പുലർത്താറുണ്ടെങ്കിലും തനിക്കറിയാത്ത വിഷയത്തിൽ ചാടുകയും എന്നിട്ട് അസ്ഥാനത്ത് വാക്കുകൾ പ്രയോഗിക്കുകയും പുതിയ മുഫ്തികളായി തീരുകയും ചെയ്യുന്നത് ആധുനികരായ ചില രാഷ്ട്രീയക്കാരും ചില അജ്ഞാനികളുമാണ് എന്ന കാര്യം നമ്മളെ വളരെ കൂടുതൽ വിഷമിപ്പിക്കുകയാണ്. പണ്ഡിത്യം പണ്ഡിതന് വിട്ടുകൊടുക്കേണ്ടതാണ്. രാഷ്ട്രീയം രാഷ്ട്രീയക്കാരനെ വിട്ടുകൊടുക്കേണ്ടതാണ്. അതാത് വിഷയങ്ങളിൽ അതാത് ആളുകൾ അങ്ങനെയുള്ള ഒരു സമൂഹമായി നാം മാറുക. ഇതാണ് ഇസ്ലാമിക വൃത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. എനിക്കറിയാത്ത വിഷയത്തിൽ ഞാൻ ബന്ധപ്പെടരുത്. എന്തുകൊണ്ട്? ഈ കണ്ണും കാടുമെല്ലാം അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും ചിന്തിക്കണം. അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയായും വന്നുപോയ എല്ലാ വാക്കുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുമാറാകട്ടെ. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ വെളിച്ചത്തിന്റെ സ്മൃതിധാരയിൽ ഇന്നും നീ ഞങ്ങളെ വഴി നടത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ നാവിൽ മാത്രമല്ല ഞങ്ങളുടെ ഈ അക്ഷയദീപ്തമായ ഈ വരികൾ അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെയും ദീപ്തമാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഏറ്റവും സമുന്നതമായ വെളിച്ചമാണല്ലോ നീ. ആ വെളിച്ചത്തെ ഭൂമിയിലേക്ക് ഇറക്കിയതും നീ തന്നെയാണ്. നിന്റെ ഉദാഹരണം തന്നെ ഭൂമിയിലെ വിജ്ഞാനത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഏറ്റവും വലിയ സത്യവിശ്വാസി, ഏറ്റവും വലിയ വെളിച്ചമുള്ളവൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവേ, ഞങ്ങൾ ഹൃദയത്തിൽ വെളിച്ചം നൽകണമേ തമ്പുരാനെ. ഏറ്റവും നല്ല മുസ്ലിം എന്ന് പറയുന്നത് സ്വന്തം കൈകൊണ്ടും നാവുകൊണ്ടും ഒരാളെയും ആക്രമിക്കാത്തവനാണ്. അല്ലാഹുവേ, ഞങ്ങളെ കൈകൊണ്ടും നാവുകൊണ്ടും ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുതേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നാവിനെ ഞങ്ങളെ കൈകളെയും അതിന്റെ അസ്ഥാനത്ത് പ്രയോഗിക്കലിനെ തൊട്ട് നീ ഞങ്ങളെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും സമ്പൂർണമായ ഹൈഫുള്ള നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമൂഹവും നന്നാകണമേ റബ്ബേ. ഒരു വ്യക്തിക്ക് നന്നായി ജീവിക്കണമെങ്കിൽ ശുദ്ധമാനസരായ ഒരു സമൂഹവും കൂടി അയാൾക്കുണ്ടാകേണ്ടതുണ്ട്. ആ സമൂഹവും നീ നന്നാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ സമൂഹം നന്നാകാൻ ഞങ്ങൾ കാരണമാകണമേ റബ്ബേ. അല്ലാഹുവേ, ഈ വെളിച്ചത്തിന്റെ മഹാവിജ്ഞാനം ലഭിച്ച ഈ കോഴിക്കോടും പരിസരത്തും വെളിച്ചം ലഭിക്കാൻ ഞങ്ങളുടെ ഈ പ്രഭാഷണം കാരണമാകണമേ തമ്പുരാനെ. ഇതിവിടെ നിലനിർത്തുന്ന നല്ല സ്വാലിഹ്യങ്ങളും നല്ലവരുമായ ധീരന്മാരായ പണ്ഡിതന്മാരെ ഞങ്ങളെ മുതുകിലൂടെ നീ നൽകണമേ റബ്ബേ. ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് നല്ല മനുഷ്യർ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വരക്കൽ ബഅലവി, മുല്ലക്കോയ തങ്ങൾ, സയ്യിദ് ജിഫ്രി തങ്ങൾ, അലാഉദ്ദീൻ ഹമ്മസി തങ്ങൾ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ, ബഹുമാനപ്പെട്ട CH മുഹമ്മദ് വായ സാഹിബ്, ഇങ്ങനെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകൾ ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ, മർഹമത്ത് ചെയ്യണമേ റബ്ബേ. ഞങ്ങൾ ഈ പറഞ്ഞതെല്ലാം അവരിലൊക്കെ എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മനുഷ്യരാണല്ലോ, അബദ്ധം വരുമല്ലോ, നീ മാപ്പാക്കണമേ തമ്പുരാനെ.
നീ മാപ്പാക്കണമേ റബ്ബേ. എല്ലാവർക്കും സ്വർഗം കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവർക്കും നൽകണമേ റബ്ബേ. എല്ലാരെയും ഈ ഒരു കാലഘട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഒക്കെ സമുദ്ര രാജാവ് 4 മക്കളുള്ള ആളുകൾ ഇനി കൂടുതൽ മക്കളുണ്ടെങ്കിൽ ഒരു മകനെ മുസ്ലിമാക്കണമെന്ന് കൽപ്പിച്ചതായി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ കാണുന്നുണ്ട്. അത്ര വലിയ താല്പര്യമായിരുന്നു ഈ നാട്ടിലെ ഹൈന്ദവ രാജാക്കന്മാർക്ക് മുസ്ലിമീങ്ങളോട് ഉണ്ടായിരുന്നത്. വിശ്വസ്തർ, ശുദ്ധർ, നല്ല മനസ്സർ, ദൈവഭക്തർ എന്നൊക്കെയുള്ള കാരണത്താൽ വലിയ സ്നേഹവായ്പായിരുന്നു ഹൈന്ദവ രാജാക്കന്മാർ പോലും ഈ സമുദായത്തോട് പുലർത്തിയിരുന്നത്. ആ സ്നേഹബന്ധം ഞങ്ങൾക്ക് നാളെയും ഈ പ്രപഞ്ചം അവസാനിക്കുന്നവരെ ഈ മണ്ണിൽ ആ സ്നേഹബന്ധം വിളയണമേ തമ്പുരാനെ. ഞങ്ങളൊക്കെ ഒന്നാണ്, ഒരു മണ്ണിന്റെ മക്കളാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഭാഷയും ഈ മണ്ണും ഈ രക്തവും എല്ലാം ഞങ്ങൾക്ക് ഈ ഉമ്മയാകുന്ന, ഈ മാതാവാകുന്ന ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചതാണ്. ആ ബോധം നീ ഞങ്ങൾക്ക് നൽകുകയും ആ സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്യണമേ തമ്പുരാനെ. ആരെങ്കിലും സമൂഹത്തിന്റെ കുഴപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണമേ തമ്പുരാനെ. ആർക്കെങ്കിലും അങ്ങനെ നല്ല ബുദ്ധി കൊടുക്കാൻ നീ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന അപകടത്തെ തൊട്ട് മൊത്തം സമൂഹത്തെയും കാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇറാഖിലും ബസ്രയിലും നജഫിലുമെല്ലാം നന്മ വിളയണമേ തമ്പുരാനെ. ഞങ്ങൾ അവന്റെ എണ്ണം ഭൂമിയിലേക്ക് പോയതല്ലല്ലോ, അവൻ ഞങ്ങളെ ഭൂമിയിലേക്ക് വന്നതാണ്. ഇല്ലാത്ത കളവ് പറഞ്ഞു വന്നതാണ്. രാസായുധമുണ്ട്, അണുവായുധമുണ്ട്, നശീകരണായുധമുണ്ട് എന്ന് പറഞ്ഞ കളവ് പറഞ്ഞ് അവൻ ഞങ്ങളെ മുന്നിലേക്ക് വന്നതാണ്. എന്നിട്ടോ അവന് അവസാനം ഒന്നുമില്ലാന്ന് അവൻ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ഇനി ഒരു ന്യൂറംബർഗിലെ കോടതി ഉണ്ടായാൽ ശിക്ഷിക്കേണ്ടത് അവനെയല്ലേ? അവനെ ശിക്ഷിക്കണമെന്ന് പോലും പറയാൻ ഇവിടെ ഒരു ബുദ്ധിരാക്ഷസനും ഒരു കൂലി എഴുത്തുകാരനും ഉണ്ടായതുമില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. ഈ അധീശാധികാരത്തിന്റെ, മനുഷ്യനെ അടിമയാക്കുന്ന ഈ അധീശാധികാരത്തിന്റെ ഇംപീരിയലിസത്തിന് പകരം നന്മയുടെ നാളുകൾ മടങ്ങി വരണമേ തമ്പുരാനെ. നീതി മടങ്ങണമേ റബ്ബേ. ഈ ഭൂമിയിലെ മക്കൾക്കൊക്കെ ഈ ഭൂമിയിൽ നീതി ലഭിക്കണമേ റബ്ബേ. അവർ ഹിന്ദു ആയാലും അവർ ക്രിസ്ത്യാനിയായാലും എല്ലാവർക്കും നല്ല നീതിയും നല്ല വെള്ളവും നല്ല ഭക്ഷണവും നല്ല സൗകര്യവും എല്ലാം റഹ്മാനെ വാരിക്കോരി നൽകുന്നവനെ എല്ലാ വീടുകളിലും കൊടുക്കണമേ തമ്പുരാനെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മുതൽ ഈ കോഴിക്കോടും പരിസരത്തും എവിടെയും കിടക്കുന്ന രോഗികൾ എല്ലാവർക്കും നീ ശിഫ കൊടുക്കണമേ തമ്പുരാനെ. ഒരേത് മതക്കാരായാലും ഏത് ജാതിയായാലും അവർക്ക് നീ ശമനം കൊടുക്കണമേ തമ്പുരാനെ. എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ റബ്ബേ. ക്യാൻസർ കൊണ്ടോ മറ്റോ ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചു പോകരുതേ തമ്പുരാനെ. അള്ളാഹുവേ, പിടിച്ചു നിർത്താൻ കഴിയാത്ത രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ ഭരണാധികാരികളെ നീ ബുദ്ധിമുട്ടിക്കരുതേ തമ്പുരാനെ. ഞങ്ങൾ ആര് ഭരിച്ചാലും ഞങ്ങളുടെ ഭരണാധികാരികൾ നല്ലവരാകണമേ തമ്പുരാനെ. അവരേത് മതക്കാരായാലും ഏത് പാർട്ടിക്കാരായാലും ഞങ്ങളുടെ ഭരണാധികാരികൾ നല്ലവരാകണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.